സന്ദർഭത്തിൽ വളരെ ഹഫിയായിട്ട് പ്രാർത്ഥിക്കുകയാണെന്ന് ഏറ്റവും ഉത്തമം. സക്കറിയ നബിയുടെ പ്രാർത്ഥന സൂറത്ത് മറിയമിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. സക്കറിയ നബി പ്രാർത്ഥിച്ച സന്ദർഭം എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിദാഅൻ ഖഫിയ, വളരെ പതുക്കെ നല്ലയാണ് ചെയ്യുന്നത് സക്കറിയ നബി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഖഫിയായിട്ടാണ്, കാരണം അല്ലാഹു ചെയ്യും, അല്ലാഹു എല്ലാം കേൾക്കുന്നവരാണ്. ഖാല റബ്ബി ഇന്നി വഹന അൽഅസ്മു മിന്നി വഷ്തഅല റഅസു ശൈബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. എന്റെ മുടി ചെയ്തിട്ടുണ്ട്, നരവാദിച്ചിട്ടുണ്ട്, എന്റെ എല്ലുകൾക്ക് ക്ഷയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഞാൻ ഒരിക്കലും നിന്നോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ചെയ്തിട്ടില്ല, ഞാൻ ദുർബലനായിട്ടില്ല. എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യ, പ്രസവിക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീയാണ്. എന്നാൽ എനിക്ക് ശേഷമുള്ള ആളുകൾ, എനിക്ക് ശേഷം പ്രവാചകന്മാരായി വരേണ്ട എന്റെ കുടുംബക്കാരിലുള്ള മറ്റു ആളുകൾ, അവർ എന്തല്ല അതിനർഹരുമല്ല, എന്റെ ബാധ്യതകൾ നിറവേറ്റുന്ന ആളുകളല്ല അവർ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്കൊരു സന്താനത്തെ തരണം. അപ്പൊ അവിടെ പതുക്കെയാണ് സക്കറിയ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഉറക്കെ പ്രാർത്ഥിച്ചാലും ഇവരൊക്കെ കേൾക്കൂലേ? ഇവർക്ക് കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവും. സക്കറിയയോട് ശത്രുത വെച്ച് വളർത്തുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഈ ആയത്ത് വെച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ വളരെ ഹഫിയായിട്ട് പ്രാർത്ഥിക്കുകയാണെന്ന് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുകൊടുക്കുന്നത്. അപ്പൊ ഹഫിയായിട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നാവിന്റെ ചലനം ഉണ്ടാക്കണം. മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, നാവിന്റെ ചലനം പ്രാർത്ഥനയ്ക്ക് ഉണ്ടാക്കണം. നാവിന്റെ ചലനം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ്? പ്രാർത്ഥനയായി പരിഗണിക്കും.